ഹലോ, ഞാനൊരു ചൂലുണ്ടാക്കിയതാണ്. അതായത് തെങ്ങിൻ്റെ ഓലയിൽ നിന്ന് എടുത്ത ഈർക്കിൽ വെച്ചിട്ട് ഒരു ചൂലുണ്ടാക്കി. അതിപ്പോൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണ്. കഴുകിയതിന് ശേഷം ഈ വെള്ളം ഉണങ്ങുന്നത് വരെ ഞാൻ നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കും. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പണ്ട് കാലത്തെ വീട്ടിൽ അമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണ്, ചെറിയൊരു സൂത്രമാണത്. എന്തിനാണെന്ന് വെച്ചാൽ, ചൂല് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചൂലിൻ്റെ തലഭാഗം ഇതുപോലെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ അതൊന്ന് നേരെയായി കിട്ടാനും പിന്നെ ഈർക്കലിന് നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊരു ടിപ്പ് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ പറയാൻ വന്ന കാര്യം വേറെ ഒന്നാണ്. നമ്മൾ സാധാരണ തെങ്ങിൻ്റെ ഓല കൊണ്ട്, തെങ്ങിൻ്റെ മട്ടലിൽ നിന്നും ഓല വെട്ടിയെടുത്ത് ചൂലുണ്ടാക്കാറുണ്ട്. ഈർക്കലി ചൂല് അല്ലേ, എല്ലാ വീട്ടിലും ഉണ്ടാവും, ഉണ്ടാക്കിയിട്ടുണ്ടാവും, മുറ്റെടുക്കാനെങ്കിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചൂലുണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യല്, തെങ്ങിൻ്റെ മട്ടൽ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓലയിൽ നിന്നും രണ്ട് സൈഡിലും നടുഭാഗത്തുള്ള നീളം കൂടിയ ഓലകൾ മാത്രം വെട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് ഈർക്കൽ ചീന്തിയെടുത്തിട്ടാണ് നമ്മൾ ചൂലുണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നമുക്കൊരു 4, 5, 3 മട്ടൽ കിട്ടിയെങ്കിൽ, തെങ്ങിൻ്റെ ഓലകൾ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു അത്യാവശ്യം നല്ലൊരു ചൂലുണ്ടാക്കാനുള്ള ഈർക്കൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഈ തെങ്ങിൻ്റെ ഓല അതുപോലെ ഈ നീളം കൂടിയ ഈർക്കൽ എടുക്കുന്നതിനോടൊപ്പം തന്നെ ആ ഓലയുടെ തലഭാഗം കൂടി നമുക്കൊന്ന് വെട്ടിയെടുക്കാം. സാധാരണ നമ്മൾ ഈ ഭാഗം കളയാറാണ് ചെയ്യുന്നത്. മട്ടലിൻ്റെ തുടക്ക ഭാഗവും അതുപോലെ ഈ തലപ്പും കളയാറാണ് പതിവ്, നീളമുള്ള ഓല മാത്രമുള്ള എടുത്തിട്ട്. അപ്പോൾ ഇനി അത് കളയാതെ ഈ തലഭാഗം കൂടി നമുക്ക് ചീന്തിയെടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് വേണ്ടത്ര നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ക്വാളിറ്റി അഡ്വാൻറ്റേജ് കൂടിയുണ്ട് ഇതിന്. എത്ര നീളത്തിലാണോ വേണ്ടത് അത്ര നീളത്തിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ സാധാരണ ചൂലുണ്ടാക്കുമ്പോൾ നമ്മൾ ഓലക്കൊടി അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈർക്കൽ ചീന്തുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെ ഈർക്കൽ ഇതിൽ നിന്ന് വേറെടുത്ത് എടുക്കരുത്. ഓലക്കൊടി കട്ട് ചെയ്യാതെ തന്നെ ഈർക്കൽ എടുത്തിട്ട് ഓല മാത്രം ചീന്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കണ്ടോ, ഇപ്പോൾ ഈ ഓല മുഴുവൻ അത് ഈർക്കലിൽ നിന്ന് ചീന്തിയിട്ടുണ്ട്. ഇനി ഈ ഓലകളൊന്ന് ഇതുപോലെ ചീന്തിയെടുത്താൽ മതി. ഈർക്കൽ ഒരിക്കലും വേർപ്പെടുത്തരുത്. ഇങ്ങനെ ഒരു 3-4 തലപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചൂല്, നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ലൊരു ചൂലാക്കിയെടുക്കാം. ആ മട്ടലിൻ്റെ തന്നെ നല്ല നീളമുള്ള ഓല കൂടി ഈർക്കൽ കൂടെ ചേർത്താൽ നല്ലൊരു ചൂലാക്കി കിട്ടും. അതല്ലെങ്കിൽ തലഭാഗം മാത്രം വെച്ചിട്ടും അത്യാവശ്യം ഒരു 4-5 തലഭാഗം ഉണ്ടെങ്കിൽ നല്ലൊരു ചൂലായി കിട്ടും. നല്ല നീളമുള്ള തിക്നെസ് ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചൂല് തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്തായാലും അതൊരു 32 to 38, 40 വരെ റേറ്റ് വരുന്നുണ്ട് ഇതുപോലെ ഒരു ചൂലിന്. അപ്പോൾ ഇതുണ്ട്, ഞാൻ ഈർക്കലിൻ്റെ ചൂലും തലഭാഗം കൊണ്ട് വെട്ടിയെടുത്ത സാധാ ചൂലുമാണ്. അതിൻ്റെ നീളത്തിൻ്റെ വ്യത്യാസം നോക്കൂ. എത്ര നീളത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തിക്നെസ്സിലും നല്ല ചൂല എന്നതിന് കിട്ടുക. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയ ചൂല് ഒരിക്കലും നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ്നെസ്സിൽ നല്ല നീളത്തിൽ നല്ല തിക്കായിട്ട് കിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ വില കൊടുക്കുകയും വേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി തെങ്ങിൻ്റെ മട്ടലിൻ്റെ തലഭാഗം കളയാണ്ട് നമുക്ക് നീളം ആവശ്യമുള്ളത്ര നീളത്തിൽ വെട്ടിയെടുത്തിട്ട് ഈർക്കൽ അതിന്മേൽ തന്നെ വെച്ചിട്ട് ഓല മാത്രം ചീന്തിയെടുത്തിട്ട് നമുക്ക് ചൂലുണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യം ചീന്തി വെച്ചിരുന്ന ഈർക്കലിൻ്റെ കൂടെ ചേർത്ത് അങ്ങനെയും ചേർക്കാം, അല്ലെങ്കിൽ തലഭാഗം മാത്രം വെച്ചിട്ടും ചൂലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. കൂടുതൽ പേർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് ഉപകാരമാവട്ടെ. ഉണ്ടാക്കിയിട്ട് തലഭാഗം ഒന്ന് ഒപ്പം വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ആ അടിഭാഗം എല്ലാം ഒരേ വലിപ്പത്തിൽ നിന്നോളും, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് നീളത്തിൽ, ആവശ്യമുള്ളത്ര നീളത്തിൽ നമുക്ക് ചൂല് കിട്ടാം, ഉണ്ടാക്കിയെടുക്കാം. മറ്റേത് ഓലയുടെ നീളത്തിനനുസരിച്ചല്ലേ കിട്ടുകയുള്ളൂ. ഓലക്കൊടി എത്ര നീളമുണ്ടോ അത്രയല്ലേ കിട്ടുകയുള്ളൂ. ഇത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വെട്ടിയെടുത്ത് ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് വെട്ടിയെടുത്ത് നമുക്ക് ചൂലുണ്ടാക്കാം. അപ്പോൾ ഈ ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.